Take the word of God. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 9:54. ഇത് ഈ വചനം ഒന്ന് ടിപ്പണിയിലേ ഉള്ളത്, നേരിട്ട് ബൈബിളിലില്ല. അതിൻ്റെ നോട്ടിലാ ഉള്ളത്. ഇത് എന്താ പറയണത്? ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇത് ഭയങ്കര അപകടമാണിത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് പറ്റുന്ന ഒരു അപകടം ഇവിടെയാണ്. ഈ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും അത് തുടങ്ങുമ്പോൾ തന്നെ ഫേക്കായിട്ട് ബ്രാൻഡഡ് ആവും. എന്താ കാര്യം? മോശം അരൂപിയിൽ നിന്ന് ആ പ്രാർത്ഥന വരണത്. അത് എപ്പോഴും നിങ്ങൾ ഈ നാട്ടുകാരോടും ഈ മാവേലി സ്റ്റോറിലും ത്രിവേണി സ്റ്റോറിലൊക്കെ പോയിട്ട് വായി തന്നുന്ന കാശുണ്ടെങ്കിൽ കാണാതെല്ലാം മേടിക്കണമല്ല ഈ പ്രാർത്ഥന എന്ന് പറയണത്. പ്രാർത്ഥന വാ പൊളിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് അടിച്ച് കർത്താവിലേക്ക് വരും. അതാ വിഷയം. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണമെന്നല്ല പ്രശ്നം, ഈ പ്രാർത്ഥിക്കുന്ന ആൾ ആരാണെന്നാണ് നോക്കണം ബൈബിള്. ഇത് ഭയങ്കര സീരിയസാ. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണമെന്നല്ല വിഷയം, പ്രാർത്ഥിക്കുന്ന ആൾ ആരാണെന്നാണ് ആദ്യമേ സ്കാൻ ചെയ്യണത്. പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആത്മാക്കളുണ്ട് സ്റ്റേജ്. കാര്യം ഇപ്പം ദുഷ്ടാരൂപി എന്നുണ്ട്. ദുഷ്ടാരൂപി അതിന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അത് ഉടമ്പടി എടുത്തിട്ടും കാര്യമില്ല. നമ്മുടെ കടലാസ് പോകുന്നില്ല. അത് എന്താ പ്രയോജനം? കയ്യിരിക്കണം മൊത്തം ദുഷ്ടത്തരായിരിക്കും. എന്താ വിഷയത്തിൽ ചില കർത്താവ് ആൾക്കാരെ ശിഷ്യന്മാരെ സുവിശേഷകരൊക്കെ പറഞ്ഞു വിടുമ്പോൾ എന്താ പറയണത്? ഇതാ ഞാൻ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തരുന്നു. അപ്പം സർപ്പങ്ങളുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും. സർപ്പത്തിൻ്റെ സ്വഭാവം ഞാൻ എപ്പോഴും ഇവിടെ പറയണം. എന്താണ് കാര്യം? സർപ്പം വാ പൊളിച്ച ഒന്നൊക്കെ കൊത്തിയിരിക്കും, അല്ലെങ്കിൽ വിഴുങ്ങിയിരിക്കും. രണ്ടേ നടക്കത്തുള്ളൂ. വേറെ ഒന്നും നടക്കത്തില്ല. ഒന്നുകിൽ മറ്റുള്ളവനെ പറ്റിച്ചിരിക്കും, അല്ലെങ്കിൽ അവനെ ഉപദ്രവിച്ചിരിക്കും. എത്ര ഉടമ്പടി എടുത്ത് ഏത് സാക്ഷ്യം പറഞ്ഞാലും കയ്യിരിപ്പ് ദുഷ്ടത്തരമാണെന്നുണ്ടെങ്കിൽ ആ അരുവി ദുഷ്ടാത്മാവാണ്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, ദുഷ്ടാരൂപിയാണോ നിങ്ങളെ നയിക്കണത്? ദുഷ്ടാരൂപിയാണോ നയിക്കണതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ദുഷ്ടാരൂപിയുടെ പ്രവർത്തന രീതികൾ എന്താണ്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, അല്ലേ? അതാണ് വിഷയം. ഒന്ന് പറഞ്ഞേ. കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. കള്ളൻ എന്ന് പറയുമ്പോ ഈ കള്ളനാണ് ഉടമ്പടി എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ യോസപ്പച്ചനും പണിയാവും, കൃപാസനത്തിനും പണിയാവും. എന്താണ്? കള്ളനാണ് ഉടമ്പടി കള്ളിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവരുടെ പരിപാടി എന്താണ്? കൊള്ളുക, നശിപ്പിക്കാൻ അവരുടെ പരിപാടി. ഇപ്പം മകള് വന്ന് പറഞ്ഞ, അമ്മ അവിടെ ഭയങ്കര ഇരിക്കുവാണമ്മ, എനിക്കൊരു വിലയുമില്ലമ്മ. അവിടെ അമ്മ പറയും, അവനിങ്ങോട്ട് വരട്ടെ. എന്തിനാണെന്നറിയാവോ? അപ്പം അമ്മയുടെ കയ്യിൽ ദുഷ്ടത്തരമുണ്ട്. എന്താണ്? ഇവള് പറഞ്ഞിങ്ങനെ ഇവളൊരു പാഴ്ജന്മമാണ്. വീട്ടിൽ ഒരു പണിയും ചെയ്യത്തില്ല, ഇങ്ങനെ എന്നാ പഠിക്കത്തുമില്ല. എന്തല്ല ഈ അമ്മയുമായിട്ട് ഭയങ്കര കുസ്തിയാണ് നിൽക്കുക കല്യാണം കഴിക്കണവരെ. ഈ സാധനത്തിനാണ് പാക്ക് ചെയ്ത് വേറെ കുടുംബത്തിൽ ബോംബ് വെച്ചിരിക്കണ പോലെ പെമ്പിച്ചിരിക്കണത്, മിസൈൽ വിട്ടിരിക്കണ പോലെ വിട്ടിരിക്കണത്. സാധനത്തിന് ഒരു മിസൈൽ അവിടെ പോയി പൊട്ടിയിരിക്കണേ. അവിടെ പലരുടെയും മോന്തയില്ല ആ സാധനം. അപ്പം ഇവിടെ വന്നപ്പോൾ അമ്മ ഉടനെ ഇവളുടെ ഇത്രയും നാൾ അമ്മയുമായിട്ട് ഇടിയായിരുന്നു കെട്ടണവരെ. കെട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പണിയായി കഴിഞ്ഞപ്പോൾ ഇപ്പം അമ്മ ന്യൂട്രായിട്ട് അവനിങ്ങനെ വരേണ്ടതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മ എന്താ ചെയ്യണത്? അവൻ്റെ ആ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവും കളക്ട് ചെയ്യും. എന്നിട്ട് നിരന്തരം ഇവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് പറ്റിയ അബദ്ധമാണ്. ഇപ്പം ചെറുക്കനെ അപ്പനെ കാണാൻ പറയും, അപ്പനെ കാണാൻ എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിച്ചതാണ്, അതിനിപ്പോൾ എന്ത് പറ്റിയിടി? നമ്മുടെ മകളുടെ ജീവിതം എവിടെ തീർന്ന്? ഇവളാണ് അവിടെ പോയി തീർത്തിരിക്കണത്. അപ്പം അപ്പനും പ്രശ്നമായി. അപ്പം എന്ത് പറ്റി? അതായത് വളരെ സൂചിക്കെടുക്കാവുന്നൊരു വിഷയമാണ് അത്. അമ്മ തൂമ്പാക്കെടുക്കുന്ന രീതിയിലാക്കിയിരിക്കുകയും അത് നശിപ്പിക്കണം കുടുംബത്തെ. കള്ളിയാണ്. ഈ കള്ളി വന്ന് ഉടമ്പടി എടുക്കാൻ പാടില്ല. അതാണ് വിഷയം. കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ആ കുടുംബം നശിപ്പിക്കാൻ മതിരിക്കണേ. ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആ കുടുംബത്തിൻ്റെ എല്ലാ മോശക്കരങ്ങളും നിങ്ങൾ
ഇല്ലാത്തതൊക്കെ എല്ലാ അയൽവാസികളോടും നാത്തുവിനോടും അവരോടും ഇവരോടും അവരുടെ അകന്ന ബന്ധുക്കളൊക്കെ ഫോൺ കളക്ട് ചെയ്ത് വിളിച്ചുകൊണ്ട് ചോദിക്കും. എന്നിട്ട് ഓരോ കാര്യം ആ വീട്ടിൽ നടക്കണതെല്ലാം നിങ്ങൾ മൊബൈലെടുത്ത് അവിടെ ഇവിടെയൊക്കെ വിളിച്ച് പറയും. എന്നിട്ട് അവർക്ക് അവരുടെ ബന്ധുക്കൾക്ക് അവസാനം പേർക്ക് നിങ്ങൾ ആ കൊച്ചിനെ കൊണ്ടൊന്ന് കൊല്ലുകയാണ് അവിടെ ബന്ധുക്കൾ. അപ്പം ഇവർ മനസ്സറിഞ്ഞ് കാണത്തില്ല. ഇവള് അവരുടെ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. ചെറുക്കൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് ചെറുക്കൻ്റെ ബന്ധുക്കൾ വന്ന് അവരുടെ വീട്ടിൽ ചോദിക്കണേ എന്തൊക്കെയാണ് കേൾക്കണത്, എപ്പോഴും കഷ്ടമാണ്, നിങ്ങൾ ആ കുഞ്ഞിനെ ഇവിടെ നിർത്തത്തില്ലേ, നിങ്ങൾ അപ്പോഴെന്താണ് ഇവള് വിഷയം വന്നപ്പോഴെന്ത് പറ്റി, ഈ ചെറുക്കൻ്റെ വീട്ടുകാരൻ നിർത്താത്തത് കൊണ്ടാണ് അവളവിടെ പോയി നിൽക്കണമെന്ന് പറഞ്ഞത്. അതല്ല സംഭവം. അമ്മ അവളുടെ ശമ്പളത്തിൽ കണ്ണു വെച്ചിട്ട് അവളെ കൊണ്ട് വീട്ടിൽ നിർത്തിട്ട് പേരെടുപ്പിച്ച് തിന്നുകയാണ്. അതാണ് വിഷയം. അപ്പൊ അതിന് നേരെ മറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കാശും പോയി, കല്യാണവും പോയി, കുടുംബവും പോയി, പിന്നെ എന്ത് പറ്റി, ചീത്തപ്പേരുമായി. സാധനത്തെ കെട്ടിയപ്പോൾ ഉണ്ടായ കുഴപ്പമാണ് ഇതാരുണ്ടാക്കിയതാണ്? ഈ പെണ്ണിനെ തള്ള ഉണ്ടാക്കിയ പ്രശ്നങ്ങളാ. ഇതാണ് നശിപ്പിക്കെന്ന് പറയണത്. കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇതാര് കള്ളിയാണ് ഇവള് കുഴപ്പിടിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ കൃപാസത്തിനും പണിയാകും, ജോസഫത്തിനും പണിയാകും. എന്താ കാര്യം? ഈ സാരത്തിൻ്റെ കാര്യം നടക്കത്തില്ല. കർത്താവ് ആളെ നോക്കി, നിങ്ങളെ വിഷയമല്ല നോക്കണത്, ആളെ നോക്കും. ആരാണ് ഈ ഉടമ്പടി എടുത്തിരിക്കണമെന്ന് നോക്കും, ആള് പറ്റിപ്പാടാൻ നോക്കും. അതുകൊണ്ട് ഉടമ്പടിക്ക് മുമ്പേ ആദ്യം പറയുന്നൊരു സംഭവമുണ്ട്. എന്താണ്? അനുതപിക്കുക. അതാ വിഷയം. ഉടമ്പടി തന്നപ്പോൾ അമ്മ ആദ്യം പറഞ്ഞത് എന്താണ്? അനുതപിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും. അത് ബാക്കിയുള്ളത് അണ്ടർസ്റ്റുഡ് അല്ലേ? അനുതപിച്ചില്ലെങ്കിൽ ശാപം കിട്ടുമെന്നാണ് ഈ പറയണത്. അത് പറയത്തില്ല, പന്നി മേടിച്ചാൽ മതി. മനസ്സിലായില്ലേ? അനുതപിച്ചാൽ എന്ന് പറഞ്ഞ് അനുതപിച്ചാൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1:19 അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും. അപ്പൊ പല ആൾക്കാരും ധിക്കാരത്തിലല്ലേ. ഉടമ്പടി 3 പുതുക്കിയിട്ടും അവരുടെ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടാവും. അവർക്ക് മിണ്ടാതിരിക്കുന്ന ശത്രുക്കൾ ഇപ്പോഴും ഇല്ലേ? അവർ പാരയെ സൂചിയും വെക്കുന്ന എന്തുമാത്രം ആൾക്കാരാണുള്ളത്. അവര് 3 പുതുക്കിയും 4 പുതുക്കിയിട്ടും അനുതപിക്കാതെ ധിക്കാരം തുടരുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കണത്? അനുതപിച്ചൊരു ഐശ്വര്യം പ്രാപിക്കും. അനുതപിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഉറപ്പല്ലേ ശാപം കിട്ടും എന്നുള്ള കാര്യം. ഉടമ്പടി എടുത്ത് ശാപം മേടിക്കുകയാണ് സംഭവം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. അനുതാപം എന്ന് പറയുന്നത് ഒരു അവസരമാണ്. പ്രത്യേകിച്ച് നോൻപ് കാലം. ഈ അവസരത്തിൻ്റെ അരുവി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ആക്രാന്തം മൂത്ത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള പരിവേഷം കാണിക്കാതെ, മറിച്ച് ദൈവത്തിൻ്റെ അരുവി പ്രവർത്തിക്കുന്ന, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഞാൻ ഓർക്കണേ, അതായത് എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുക്കുന്നു. നമ്മൾ കുമ്പസാരത്തിന് വേണ്ടി മാത്രം ഒരു ചാപ്പൽ ഉണ്ടാക്കിയിരിക്കണം. അപ്പുറത്ത് അവിടെ ഒരു അച്ഛനെ വെച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും. എത്ര പേര് അവിടെ പോയി കുമ്പസാരിക്കുന്നുണ്ട്? അപ്പൊ കുമ്പസാരിക്കുന്നവരുടെ തന്നെ എന്തുമാത്രം ഇവരിപ്പോഴും ഉടമ്പടി കുമ്പസാരമല്ല, പണ്ടത്തെ കുഴിയാഴ്ച കുമ്പസാരമാണ് നടത്തുന്നത്. കുമ്പസാരം നടത്തില്ലെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നടത്തുന്നുണ്ട്. അതെന്താണ്? നാട്ടുകാർ മരിക്കുമ്പോൾ അവിടെ പോയി കുഴിയാഴ്ച ചായയും കുടിച്ചിട്ട് കുമ്പസാരം നടത്തുന്നില്ലേ? അതാണ് വെച്ചാൽ ഒരു അനുതാപവും ഇല്ലാതെ വായിത്തൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് കുമ്പസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെയുള്ള കുഴിയാഴ്ച കുമ്പസാരം ഉടമ്പടിയിൽ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ്? ഉടമ്പടി എടുക്കുമ്പോൾ ദൈവവുമായിട്ട് ബയലാട്ടർ എഗ്രിമെൻ്റ് ആണ്.
ദൈവം ഒരു വ്യക്തി, നിങ്ങളൊരു വ്യക്തി. ആ ദൈവത്തോട് ഉടമ്പടി എടുക്കാൻ ഞാൻ ദൈവത്തെ പോലെ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എന്താണ്? നീ എൻ്റെ മുമ്പാകെ, ആദ്യത്തെ ഉടമ്പടിക്കാരനോട് ദൈവം എന്താണ് ആവശ്യപ്പെട്ടത്? നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം. പിന്നെന്താ പറഞ്ഞത്? നീ പരിശുദ്ധനാണ്, വിശുദ്ധി പാലിക്കണം. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞത്. നീ എൻ്റെ ഒന്ന് പറഞ്ഞ, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാവുക, വിശുദ്ധി പാലിക്കുക. അപ്പൊ നോൻപിന്റെ അരുവി നമ്മൾ ഉടമ്പടിയുടെ ധ്യാനങ്ങളെ കൂടുമ്പോഴേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ചിലപ്പോൾ അനുഗ്രഹങ്ങൾ ദൈവം തന്നു കാണും. അത് നിങ്ങളുടെ പാപത്തിന് കിട്ടിയ ലൈസൻസ് അല്ല. ചില ആൾക്കാർ പറയും ഞാൻ മാറ്റമൊന്നുമില്ല, ഞാൻ പഴയ ആള് തന്നെയായിട്ട് ജീവിക്കണം, എന്നാലും എനിക്ക് ഉടമ്പടി വെച്ച് അനുഗ്രഹങ്ങൾ കിട്ടിയല്ല എന്ന് ഓർക്കും. അത് ഏറ്റവും വലിയ മണ്ടത്തരാ. ചില ആൾക്കാർ ചില വിഡ്ഢികൾ ധരിക്കണം അങ്ങനെയാണ്. എടാ ഞാൻ പാപിയാണെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിക്കുമോ? ഞാൻ ഉടമ്പടി വെച്ചിട്ടും എനിക്ക് ഞാൻ പറഞ്ഞതെല്ലാം കിട്ടിയല്ലോ എനിക്ക്, അപ്പൊ എൻ്റെ പാപം ദൈവം അംഗീകരിച്ചതില്ല. അതല്ല പ്രശ്നം. നിന്റെ പാപാവസ്ഥ വെച്ചുകൊണ്ട് ദൈവം നിനക്കൊരു അനുഗ്രഹം തന്നാൽ ദൈവം പ്രീസപ്പോസ് ചെയ്യണത് എന്താണ്? നീ അത് മനസ്സിലാക്കിയിട്ട് അനുതാപത്തിലേക്ക് വരും. പക്ഷെ നീ എന്ത് ചെയ്യും? പറവനെ പോലെ പിന്നെയും കഠിനമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ദൈവം അനുദപിക്കാനുള്ള പുസ്തകം എടുത്തുകൊണ്ട് പോകും. ഇനി നീ അനുദപിക്കണ്ടെന്ന് പറയും. കാര്യം അനുതാപമില്ലാത്ത അവസ്ഥയായിട്ട് പോലും ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, എന്നിട്ട് നീ അതൊരു വളമായിട്ട് എടുത്തുകൊണ്ട് ആ കഠിന ഹൃദയത്തോട് തന്നെ ജീവിച്ചു. നീ ഇനി അനുദപിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. കാര്യം അനുദപിക്കാൻ നമുക്ക് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അനുദപിക്കാൻ പറ്റത്തില്ല. അസ്വീകാര്യമായ ദിവസം വരും. അനുതാപത്തിനുമുണ്ട് സ്വീകാര്യ സമയവും അസ്വീകാര്യമായ സമയവും. ദൈവം കാത്തിരുന്ന് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നീ അനുദപിച്ചാലും സ്വീകാര്യമായിരിക്കത്തില്ല. അതുകൊണ്ട് രക്ഷയുടെ ദിവസം എന്നൊക്കെ പറയണം, സ്വീകാര്യമായ സമയം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കൊരിന്ത്യർ 6:2. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6:2. അവിടുന്ന് അരുൾ ചെയ്തു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. അപ്പൊ അനുദപിക്കാൻ ഒരു കാലമുണ്ട്. ഈ അനുഗ്രഹത്തിന്റെ കാലം എന്ന് പറയുന്നത് തന്നെ അനുതാപത്തിന്റെയും കാലമാണ്. അനുഗ്രഹത്തിന്റെ കാലത്ത് അനുദപിച്ച് മാറിയില്ലെങ്കിൽ പിന്നെ 12:7 വർക്കൗട്ട് ചെയ്യും. 12:7 ഹെബ്രായർ 12:7 എന്താണ്? അവൻ അനുദപിച്ചു പക്ഷെ സ്വീകരിച്ചില്ലെന്ന്. കാര്യം അനുദപിക്കണം, ദൈവം നൽകിയ ഒരു സമയമുണ്ട് അനുദപിക്കാൻ. അത് നോൻപാകാം, അനുഗ്രഹത്തിന്റെ കാലമാകാം. ഈ പ്രിസ്ക്രൈബ്ഡ് ടൈമിന്, ഈ നിർദ്ദിഷ്ട സമയത്ത് അനുദപിച്ചില്ലെങ്കിൽ പിന്നത്തെ അനുതാപം സ്വീകാര്യമല്ല, അസ്വീകാര്യമാണ്. ഇങ്ങനെ കുറെ ആൾക്കാർക്ക് അക്കടി പറ്റിയിട്ടുണ്ട്. സമയം തെറ്റി അനുദപിക്കും. ഈ സമയം തെറ്റി മാവ് പൂത്താനുള്ള അവസ്ഥ എന്താണ്? പുഴുകേറി നശിച്ചു പോകും. അല്ലാതെ സമയമില്ലേ ദൈവം വെച്ചിരിക്കണത്? സമയം ഒന്ന് മാവ് പൂക്കണം നോക്കിയേ, ഒന്ന് സമയം തെറ്റി പൂത്ത് നോക്കിയേ, ഒരു സാധനം നമുക്ക് കിട്ടത്തില്ല. സമയത്തിന് മുമ്പേ പൂത്താലും പ്രശ്നമാണ്. മഞ്ഞ് കയറി എല്ലാം അടന്ന്, കുണ്ണികളെല്ലാം അടന്നു പോകും. അനുതാപത്തിനൊരു ടൈമുണ്ട്. അതാണ് സഭാപ്രസംഗം പറയണത്. എന്താ പറയണത്? ഒന്നെടുത്ത് ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അനുദപിക്കാനൊരു സമയമുണ്ട്. അതാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. ഈ അനുതാപത്തിന്റെ ഒരു കാലമുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായിരിക്കണത്, ഈ എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം കിട്ടുന്ന കാലമില്ലേ? ഇപ്പൊ കുഞ്ഞുങ്ങൾ പരീക്ഷ ജയിച്ചു, ഓക്കെ, അവിടെ കല്യാണം നടന്നു, നിങ്ങൾ മുന്തി തള്ളി കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുമ്പസാരിപ്പിക്കും. പക്ഷെ ആ മഹനീയ കൃത്യം നടന്ന കുടുംബത്തിൽ അപ്പനും അമ്മയും കുമ്പസാരിക്കത്തില്ല.
മനസ്സിലായി? അനുതാപത്തിന്റെ കാലമാണ്, ആ കുടുംബത്തിൽ കിട്ടിയ അനുഗ്രഹമാണ്. ഒരു കുഞ്ഞ് ജനിച്ചു. ആ ജനിച്ചപ്പോ കുഞ്ഞ് എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ച് വിഷമിച്ച് നടക്കണേ. അപ്പൊ നമ്മുടെ ദൈവം ഒരു കുഞ്ഞിനെ തരുമ്പോ അപ്പോഴ് അതിനൊരു അനുഗ്രഹത്തിന്റെ എല്ലാ കാലവും അനുദപിക്കാനുള്ള കാലമാണ്. അനുഗ്രഹിക്കും. ഇപ്പൊ കുഞ്ഞ് ജനിക്കുമ്പോ സത്യം പറഞ്ഞ ഇടവക വികാരിയാകുന്ന ഇത് എനിക്ക് പേടിയാ. കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ ആചാരാനുഷ്ഠാനം അടക്കം പോലെ തന്നെ ആൾക്കാരെ വിളിച്ചു കൂട്ടി അപ്പൊ തന്നെ പിന്നെ നോൻപാളം നോക്കാതെ പോലും മദ്യം